ഓ ഗൈസ്, ഞാൻ പിന്നെ വന്നിരിക്കുകയാണ്. ഞാൻ ഇപ്രാവശ്യം രാവിലെ എഴുന്നേറ്റ് 10 മണിക്ക് 12 മണിക്കല്ല 10 മണിക്ക് എഴുന്നേറ്റ്. എന്നാലും ജിമ്മിന് പോകാൻ പറ്റില്ല. ജിമ്മിന് ഞാൻ ഇങ്ങനെ പോകാതിരുന്ന് കഴിയുമ്പോൾ ഞാൻ ഒരു ദിവസം കിടന്ന് കരയും കേട്ടോ. ഉള്ള ബോഡിയും കുളമായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? രാവിലെ എഴുന്നേക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്ത് ചെയ്യാനാണ്? ഇന്ന് വേറെ പണിയെന്ന് വെച്ചാൽ നമ്മളിന്ന് കോട്ടയം പോവുക. എൻ്റെ കൂട്ടുകാരൻ വരുന്നുണ്ട്. അവനാണ് മെയിനായിട്ട് കാരണം. അവനാണ് മെയിനായിട്ട് ആവശ്യം കോട്ടയം പോകാൻ. പോയി കണ്ടാ എന്താ ചെയ്യുന്നവിടെ? നേരത്തെ നിന്റെ പുറം നടക്കൂല. ഞാൻ ഫുഡ് തന്നിട്ടില്ല, നീ മിണ്ടായിരിക്കുന്ന ഇങ്ങനെ. വീട്ടിൽ അച്ഛനും അമ്മയും ഇല്ല. അച്ഛനും അമ്മയും കടയിലാണ്. ഞാനിപ്പോ എന്തായാലും പോകുമ്പോ അനിയൻ മാത്രമേ കാണത്തുള്ളൂ. അനിയൻ എന്ത് ചെയ്യുന്നത് ഗസ് ചെയ്യണം. വീട്ടില് എന്താ ചെയ്യുന്നത് ഗസ്? നിങ്ങൾക്ക് അറിയാം, അത് തന്നെയാണ് ചെയ്യുന്നത്. ഗെയിമും കളിക്കുന്നു, ഫോൺ യൂസ് ചെയ്യുന്നു. അയ്യോ പാവം. ഞാൻ പറഞ്ഞല്ലേ ഇവനെ ഇന്നലെ ചിപ്സ് കഴിക്കത്തുള്ളൂ. കൊള്ളാവോ? അവരെല്ലാം നല്ല മൊരിഞ്ഞ് വേണമെന്ന്. ഇന്നലെ കൽക്കരി കഴിക്കണ കൽക്കരി കഴിക്കാൻ വന്നിരിക്കുന്നത്. നീ കൽക്കരി കഴി, ടേസ്റ്റ് അതിനും കൂടുതലായിരിക്കും. ഈ ചേറി നോട് എഴുന്നേക്കുവാ അല്ലെ? വല്ല അടിസ്ഥാനത്തിലുള്ള കുഴപ്പം വല്ല ഉണ്ട് അവിടെ പൊങ്ങാൻ പറ്റാത്തത്? ഫയൽസ് ഉണ്ടല്ലേ, അത് പോന്നു. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തൊരു നല്ല കാര്യത്തിന് പോകാൻ ആരാ കുണ്ടി കളിക്കുന്ന പുറത്തിരുന്നു? അപ്പൊ ഗൈസ്, ഈ കമ്മല് മാറാനുള്ള സമയമാണ് തോന്നുന്നത്. ആൾക്കാർക്ക് ആദ്യമേ ഇഷ്ടപ്പെട്ടില്ല ഇത്. പിന്നെ ചില പിള്ളേർക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടെന്നേ ഉള്ളൂ. ഓൾറെഡി ഫുൾ കളർ പോയെന്ന്. ഞാൻ വല്ല കഴിച്ചിട്ട് ഇറങ്ങണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഗ്യാസ് കയറുന്നു. ഞാൻ ഡയറ്റല്ല ചെയ്യുന്നത്, സ്വന്തമായിട്ടൊന്നും അവിടെ ഒരു സഫറിങ് ആണ്. ഇപ്പോഴും ഗെയിമിനോട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുവാണ്. ദൈവം, എന്താടാ ഈ ജീവിതത്തിൽ ഇത്ര വെയിറ്റ് ചെയ്യുന്ന എവിടെയെങ്കിലും എത്തിപ്പോയതല്ല. എത്ര മിനിറ്റ് ആയി? 16 മിനിറ്റ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുവാടാ. നല്ല കാര്യം, ഇങ്ങനെ തന്നെ വേണം ലൈഫിൽ. പിന്നെ കൂട്ടുകാരെ വന്ന് നോക്കട്ടെ എവിടെയാണ്. ആരെയും കാണുന്നില്ലല്ലേ? അമ്മയുടെ പറഞ്ഞ പോലില്ലല്ലേ? അല്ലെ 2 മണിക്കൂർ ഞാൻ വരും. കേസ് ഇപ്പം ഞാൻ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ വലിയ നിലപാടില്ല. വെറുതെ ഒരാൾ ചോദിച്ചു, ഞാൻ ഓക്കെ പറഞ്ഞ് ലൈഫിൽ ഓക്കെ ഒക്കെ പറഞ്ഞ് നടക്കണം. ആകുമ്പോൾ പിന്നെ എവിടെയെങ്കിലും ഒക്കെ ചാർത്ത് നിൽക്കും. ഫുഡ് കഴിക്കാലോ? അതൊരു മീൻ പയർ അച്ചാർ. ഇത്രയും ചോറ് ഞാൻ കഴിക്കത്ത പോലില്ല. നീ നേരത്തെ ഇവിടെ കണ്ടല്ലോ ഇവിടെ? അപ്പൊ ഒന്നും വേണ്ടിയില്ല, ഓടി ചേട്ടനെ വിളിച്ചിട്ട് വന്നാ. എന്തിനറിയാ എനിക്ക് വൈൽഡ് ക്രാഫ്റ്റ് ഉള്ള ഞാൻ വേറെ ഡിസ്ട്രിക്റ്റിൽ വന്ന് അവിടെ എനിക്ക് സബ്സ്ക്രൈബർ കിട്ടുന്നു. എനിക്ക് വയ്യായിരിക്കും. നാളെ വരികയാണ്. ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ്. കുറച്ച് AC പറഞ്ഞു തോന്നുന്നു. അല്ലെങ്കിൽ കുഴപ്പമില്ല. കേസപ്പോ എന്റെ കൂട്ടുകാരന് ഇവിടെ ഇല്ലേ ഒരു എഡിറ്റർ ഉണ്ട്. അപ്പൊ എഡിറ്ററിനെ കാണാൻ വേണ്ടി വന്നിരിക്കുക. അതിന്റെ കൂടെ ഞാനും ജസ്റ്റ് ചുമ്മാ വന്ന് ഇന്ന് കോട്ടയം കണ്ടിട്ട് വരാന്ന് വെച്ചാൽ. ആലപ്പുഴയെ കാട്ടി ചൂടാണ് ദൈവമേ കോട്ടയത്ത്. ജസ്റ്റ് 50 കിലോമീറ്റർ മാറിയപ്പം ഞാൻ ഇവിടെ പൊരി വള്ളരുന്നിട്ട്. എന്തായാലും ഇനി ഇവിടുന്ന് ഇറങ്ങാൻ ഞാൻ വരാൻ കേട്ടോ. കേസപ്പോ ഫൈനലി ഇവിടുന്ന് ഇറങ്ങണം കേട്ടോ. എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 മണിക്കൂർ ഒരു ചേർന്ന് അത് വെറുതെ കുത്തിയിരിക്കുമായിരുന്നു. മാറ്റട്ടെ, നല്ല പുളി. ഉപ്പുമുളകും വേണം. ഉപ്പുമുളകും കൊണ്ടുവന്നാൽ ഇനി കുഴപ്പമില്ല. മാങ്ങ ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ഇനി വയറിളകിയില്ലെങ്കിൽ നമുക്ക് റോഡ് വെച്ച് കാണാം, അല്ലെങ്കിൽ ഏതെങ്കിലും കപ്പ് വെച്ച് കാണാം കേട്ടോ. ശരിയാണ്. ബാംഗ്ലൂർ ഇത്രയും നാളും കിടന്ന് ഞാൻ കറങ്ങിയിട്ട് മാക്സി വന്നിട്ടില്ല. ഇവിടെ കോട്ടയത്ത് നിന്ന് മാക്സിലോട്ട് പോകാൻ വേണ്ടിയാണ് അവിടെ നിന്ന് ഡ്രസ്സൊന്നും പറഞ്ഞിങ്ങോട്ട് എത്തിയത്. ഇവിടെ നല്ലതൊന്നും കിട്ടിയില്ല. പിന്നെ എന്തായാലും വീട്ടിലോട്ട് പോകാൻ കേട്ടോ. ഗൈസ്, അങ്ങനെ ഫൈനലി വീട്ടിലെത്തി. പക്ഷേ ഇനിയും ഒന്നും തീർന്നിട്ടില്ല. ആ തുണി നോക്കിയിട്ട് കോട്ടയം പോയിട്ട് കോട്ടയം ഒന്നും കിട്ടിയില്ല. അവൻ കോട്ടയത്ത് നോക്കാന്നാ പറഞ്ഞ, അവിടെ കിട്ടിയില്ല അവന്. അപ്പൊ അവൻ ഇനി ആലപ്പുഴയിൽ തന്നെ നോക്കാന്ന് പറഞ്ഞ് ടൗണിലോട്ട് പോകാൻ വന്നു. അപ്പൊ അവൻ കാർ വെച്ചിട്ട് ബൈക്കുമായിട്ട് വരും. അതിന്റെ കൂടെ ഞാനും പോകണം. ജസ്റ്റ് ഒരു ഇമോഷണൽ സപ്പോർട്ടിന്. എടാ ഇത് നോക്കിയടാ, ഓൾറെഡി എന്റെ അനിയൻ തിന്ന് തീർത്ത. ഞാൻ പറഞ്ഞില്ലേ എന്റെ അനിയൻ അത് ഫുള്ള് തിന്ന് തീർക്കുന്നത്. ഞാനാണ് രാവിലെ തൊട്ട് പോയിട്ട് വെറും ചോറ് കഴിച്ചിട്ടാ വന്നത്. ചോറ് വച്ചാർന്ന്. ഞാനതൊന്നും ഇല്ലായിരുന്നു ആ കടയിൽ. അവനും തുറന്ന് വെച്ചിരിക്കുന്ന ടേസ്റ്റ് ചെയ്തേക്കാം. മധുരമാ, കുഴപ്പമില്ല. അല്ലേ? അമ്മ ഇതിന് വന്നിട്ടില്ല, എന്താ അറിയില്ല. അപ്പൊ ഇറങ്ങും. ഇപ്രാവശ്യം എന്തെങ്കിലും മേടിച്ചോണ്ട് വരുമെന്ന് തോന്നുന്നു. ഏറ്റവും വില കുറഞ്ഞതും ഏറ്റവും നല്ല മെറ്റീരിയൽ നോക്കി രാവിലെ ഇട്ട് കിടക്കും. ഇവിടുന്ന് കിട്ടിയില്ലെങ്കിൽ പോലെ എനിക്ക് മതി. കഴുകിയിട്ട് എങ്ങനെയായിരിക്കും? ഇവിടെ കുറെ സംഭവം ഉണ്ടല്ലോ. അതിൽ പറഞ്ഞാൽ സെലക്ട് ചെയ്യും പ്ലീസ്. നല്ല ക്വാളിറ്റി എടുത്തോ. ഇതിക്കുള്ളൊന്നും കുറയത്തില്ല. 500 അടി പോകണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ തന്നെ കയറിയാൽ പോരാ. രാവിലെ ഡ്രസ് എല്ലാം കിട്ടിയിരിക്കുകയാണ്. 600 രൂപയ്ക്ക് ഒരു ട്രാക്കും ഹുഡിയും ഒരു ഷോർട്ടും. അമ്മയുടെ മകൻ തിരിച്ചു വന്നു. തീറ്റി മാത്രം ഓർമ്മകളാന്ന് തോന്നുന്നു കേട്ടോ. ഫുൾ ടൈം തീറ്റിയാണ്. ഞാൻ വന്നിട്ട് ഒരാളെ നോക്കാൻ പോലും ഇല്ല ഇവിടെ. എസിയുടെ റിമോട്ടിലൂടെ കത്തുവാണി അവിടെ. എസിയുടെ റിമോട്ട് വന്നിരുന്ന ഇന്ന് ഫുള്ളും കറക്ക് വരുന്നില്ല. ഞാൻ കോട്ടയം പോയി തിരിച്ചു വന്ന് പിന്നെയും കറങ്ങി അവസാനം വീട്ടിൽ ഇപ്പൊ എത്തി. ചേഞ്ച് ആർക്കും ഇഷ്ടപ്പെടാത്തത്. നമ്മൾ യെസ് പറയണം ആ ചില കാര്യങ്ങൾ യെസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ അതും ഇതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകേണ്ടി വരും. ഇത്രേ ഉള്ളൂ. അത് രാവിലെ ഒരു കോള് കോട്ടയത്ത് പോയതാ. കോട്ടയത്ത് അമ്മയോട് പറയാതെ. അമ്മയോട് പറഞ്ഞില്ല. അമ്മനെ വിളിച്ചപ്പോ അമ്മ എടുത്തില്ല. അതാ അമ്മനെ വിളിച്ചായിരുന്നു. അമ്മ കടയെ ഫോൺ മറന്ന് വെച്ചിട്ട് പോയി. അച്ഛൻ എന്നെ വിളിച്ചായിരുന്നു. അച്ഛൻ തിരക്കി പോലും ഇല്ല. അപ്പൊ അച്ഛൻ പിന്നെ അമ്മനെ വിളിച്ചപ്പോ പിന്നെ അമ്മയുടെ ഫോൺ അവിടെ കടയിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ
ഒന്നും പറ്റിയില്ല. മറന്നു പോകുന്നു. പാറ തെറ്റാണ്, അപ്പൊ അമ്മയുടെ തെറ്റാണ്. ഫോൺ മറക്കരുതായിരുന്നു. യൂട്യൂബർ യൂട്യൂബർ ഞാൻ സ്വന്തമായിട്ട് ഒരു പറഞ്ഞു നടക്കാറില്ല. എന്താണ് അനുസരണ ഇല്ലാതെ പോയത്? അനുസരണയില്ലാതെ പോയല്ല. അമ്മ കടയിലല്ലായിരുന്ന? കടയിലാണ്. പിന്നെയും വിളിക്കണേ, പിന്നെ വിളിക്കോ? അടെ വിളിച്ചപ്പോ എടുത്തില്ല, പിന്നെ വിളിക്കണം. വല്ല കഴിക്കാന്നാ എനിക്ക് കഴിക്കാനിട കടയിൽ കുറെ വർക്കായിരുന്നു. വർക്കാണെന്നും പറഞ്ഞ് നമ്മുടെ കൈ നിറയായില്ല ഇതായിട്ട്. അതുകൊണ്ട് എന്ത് വേണ്ടി കൈ കൊണ്ടൊന്നും ചെയ്യാൻ വേണ്ട. ഇന്ന് അച്ഛൻ തുണി മൊത്തം അവിടെ കഴിയിപ്പിച്ച്. കൊള്ളാം. അപ്പം നിലവില് ഫുഡില്ല. ഞാൻ അവിടെ പോയിട്ട് ചോറും പച്ചക്കറി ആയിരുന്നു. ഈ അവസാനം ഇവിടെയും ചോറാണ്. ചോർ നെഹി നെഹി, ചോറേ ഉള്ള ചോർ നെഹി നെഹി. വേണ്ട കേട്ടാ, ചോറ് എന്താണ്? ചോറും ചീരത്തോരൻ. വേണ്ട വേണ്ട, അത്രക്ക് തോരിക്കണ്ട, വേണ്ട വിട്ടേക്ക്. പുറത്തു പോയി കഴിച്ചിട്ട് വരും. പുറത്ത് പോയി കഴിക്കാനാ? എവിടെ പോയി കഴിക്കാനാ? അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും പോയി കഴിച്ചിട്ട് വരും. ഇത്രയും നേരം രാവിലെ ആയിട്ട് പോയത് പുറത്തിടാക്കുമായിരുന്നു. ചപ്പാത്തിയുടെ മാവ് കഴിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. കുഞ്ഞുണ്ട്. എന്തിന്? അയ്യോ, അങ്ങനെയൊക്കെയാണ് നമുക്ക് പോവാം. അത് നമുക്ക് പോവാം. ഞാൻ തന്നെ നമുക്ക് പോവാം, പോയി കഴിക്കാം. അത്ര ബുദ്ധിമുട്ടില്ല. നമുക്ക് അല്ലെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടേണ്ടി വരും. എന്ത് അവന്റെ ആവശ്യമില്ലല്ലേ? അവൻ ഓൾറെഡി ഫുള്ള് തീറ്റി തന്നോണ്ടിരിക്കുക ഇവിടെ. അവന്റെ ആവശ്യമൊന്നും എന്നെ കൊണ്ടുപോണ്ട. അവിടെ എവിടെയെങ്കിലും കളഞ്ഞ കാര്യം ഞാൻ പറയുന്നത് കേട്ടാ. ഫുഡാണോടാ? നല്ലതാണോ? ചൂടായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി ചൂടുണ്ട്. ആണോ? എന്ത് പറയുന്ന ആവിയായിരിക്കുന്നതിനെ കൊണ്ടല്ല അമ്മ? നല്ല ചൂടാ. ആഹാരം കഴിക്കുമ്പോൾ തന്നെ ചൂടുവെള്ളമില്ല. ഈ വീഡിയോ തീർത്തു കേട്ടാ. ഞാൻ ഈ ചൂടത്ത് ചൂട് ആഹാരം കഴിക്കട്ടെ. ടിൽ ദെൻ ടേക്ക് കെയർ, പീസ്.